ഞാനാണ്. ഞാനാണ് രമേശ്. നിങ്ങൾ ഇതുവരെ കണ്ടതും സംസാരിച്ചതും രമേശിനോടല്ല. അപ്പോ അതാരായിരുന്നു? അത് നിങ്ങൾ ഇതുവരെ കണ്ടതും സംസാരിച്ചതും ഞങ്ങളുടെ കാര്യസ്ഥൻ ശങ്കരന്റെ ആത്മാവിനോടായിരുന്നു. കേവലം സ്വത്തിനും പണത്തിനും വേണ്ടി എന്നെയും എന്റെ കുടുംബത്തെയും മൃഗീയമായി കൊലപ്പെടുത്തിയ ശങ്കരന്റെ ആത്മാവ്. അപ്പൊ ശങ്കരനാണോ രമേശിനെ കുടുംബത്തെ കൊന്നത്? പിന്നെന്തിനാ അയാളുടെ ആത്മാവ് ഇവിടെ ചുറ്റിത്തിരിയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അയാളുടെ മകൻ രവി, അയാളാണ് ആത്മാവിനെ തളച്ചിട്ടിരിക്കുന്നത് ആ സ്വർണ്ണവും പണം കണ്ടുപിടിക്കാൻ വേണ്ടി. അത് മനസ്സിലായി. പക്ഷെ ഈ രണ്ട് ആത്മാക്കളും നമ്മളെ പുറകെ എന്തിനാ കൂടിയേക്കണത്? നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ നൽകാം. നിങ്ങൾ ശങ്കരന്റെ ആത്മാവിൽ നിന്നും അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. എല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം വ്യക്തമാവും എന്തിനാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 64 വർഷമായി ഇവിടെ കാത്തിരുന്നതെന്ന്. ശങ്കരന്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമാണ്. എന്നെ ആരോ കൊലപ്പെടുത്തി എന്നതുവരെ. കാരണം ആ കഥയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണവൻ നിങ്ങളോട് പറഞ്ഞത്. സെപ്റ്റംബർ 30, 1960 അവസാന ദിവസം. പോകുന്നതിന് മുൻപ് ഞാൻ ആരോടും പറയാതെ ഒരു കാര്യം ചെയ്തു. ആ രഹസ്യ അറയിലെ സ്വർണവും പണവും മൊത്തം ഞാൻ അവിടെ നിന്ന് മാറ്റി. അതിൻ്റെ സ്ഥാനം ഈ ഡയറിയുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ നായ പ്രവണിയും ആ ഭാഗത്തുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നവർ ഈ രഹസ്യങ്ങളെല്ലാം പുറം ലോകത്തെ അറിയിക്കണം. ഇനി ഈ ഡയറി കൂടി ഒളിപ്പിക്കണം. അമ്മ ഇപ്പൊ വരാട്ടോ. എന്ത് ശബ്ദം കേട്ടാലും വാതിൽ തുറക്കരുതേ. ഡയറിയും തെളിവുകളും ഒളിപ്പിച്ച ശേഷം തിരിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആരോ വാതിൽ മുട്ടുന്നത് കേട്ടു. ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോയ രമേശേട്ടനായിരിക്കും ഇരുന്ന് കരുതിയ വാതിൽ തുറന്നത്. പക്ഷെ അത് ശങ്കരന്റെ മോൻ രവിയായിരുന്നു. ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോയി ഞാൻ തിരിച്ചു വന്നപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. കല്യാണി, കല്യാണി, വാ, സമയങ്ങളെ സ്വർണ്ണം പണം ഇപ്പൊ തന്നെ എടുത്തു. ഇന്നെ നാടെ നടക്കണം. നീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രൂരതകളൊക്കെ ഇത്രയും കാലം ചെയ്തത്? അതൊരിക്കലും ലഭിക്കാതെ പോട്ടെ. അവന്റെ ഒരു പ്രാക്ക്.
ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ആ സ്വർണവും പണമൊന്നും പിന്നീട് അവർക്ക് കിട്ടിക്കാണില്ലല്ലേ? ഇല്ല, അതാണല്ലോ ഇപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കുന്നത്. ആ ഡയറിയിലേക്കുള്ള താക്കോൽ ഇവിടുത്തെ ചെറിയ മോൾക്ക് കിട്ടിയത് ശങ്കരന്റെ ആത്മാവ് വഴി അയാൾ അറിഞ്ഞു കാണും. നിങ്ങളെ കൊണ്ടത് കണ്ടെത്തിക്കേണ്ടത് എന്നെ പോലെ തന്നെ അവരുടെ ആവശ്യമാണ്. അപ്പോ ഈ ഡയറി കിട്ടിയ കാര്യം അയാൾ അറിഞ്ഞു കാണോ? ഇല്ല, കാരണം ശങ്കരന്റെ ആത്മാവിന് സൂര്യാസ്തമയത്തിന് ശേഷം മാത്രമേ ശക്തി കൈവരൂ. പകൽ സമയത്ത് ഇറങ്ങിയാൽ ശക്തി ക്ഷയിച്ചില്ലാതാവും. അതാണ് പകൽ ആ ആത്മാവ് ഇരുട്ടുമുറിയിൽ ഇരിക്കുന്നത്. അപ്പൊ പേടിക്കണ്ട. ഇനി എന്താ ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണ്ട്? നിങ്ങൾ വേറൊന്നും ഇനി ചെയ്യണ്ട. ഈ ഡയറിയും തെളിവുകളും പിന്നെ നിധിയിലേക്കുള്ള ആ മാർഗരേഖ ഒരാളെ ഏൽപ്പിക്കണം. അയാൾ വേണ്ടത് ചെയ്തു. ആരെ? എന്റെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ബന്ധു SI സോമശേഖരൻ. എന്നാ അയാളെ വീട് എവിടെയാന്ന് പറ. അല്ലെങ്കിൽ ഞാൻ വീട് സ്റ്റേഷനിൽ കൊടുത്താൽ പോരെ? അതല്ലേ സേഫ്. സ്റ്റേഷനിലോ വീട്ടിലോ എവിടെ വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ നിക്ക് കിട്ടിയതിന് ശേഷം മാത്രം. നിങ്ങളുടെ പട്ടിക്കുട്ടിയല്ലേ, അത് വന്നോളൂ. അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തി തരാം. മതി, പക്ഷെ അതിനുശേഷം മാത്രമേ കൈമാറാൻ പറ്റൂ. അത് മതി അമ്മ, അതാ നല്ലത്. നിങ്ങൾക്ക് എന്താ എന്നെ വിശ്വാസമല്ലേ? ഞാൻ കണ്ടെത്തി തരുവതിനെ. ആ വിശ്വാസത്തിന്റെ പ്രശ്നം തന്നെയാ. അതുകൊണ്ട് നിക്കിനെ കിട്ടിയിട്ടേ ഇനി എന്തുള്ളൂ. എനിക്കിത് വാങ്ങാൻ അറിയാം. എന്നാ എടുത്തോ, ദാ ആ റൂമിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാം. ആ ഭാഗത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നും അല്ലേ? ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. ശരി, ഞാൻ ശ്രമിക്കാം. പക്ഷെ ജീവനോടെയാണോ അല്ലാതെയാണോ കിട്ടുക എന്ന് എനിക്ക് ഉറപ്പ് പറയാനാകില്ല. ദേവു, രണ്ടെണ്ണങ്ങ് പോര്. അത് പോയി. ആ ഡയറിയുടെ വെച്ചേക്ക്, പുറത്തെടുക്കണ്ട. എല്ലാം നമ്മൾ ഊഹിച്ച പോലെയാണോ നടക്കുന്നത്? ആ ശങ്കരനും മകൻ രവിയും കൂടിയാണ് എല്ലാം ചെയ്തത്. ആ രവീനെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. സ്വന്തം അച്ഛന്റെ ആത്മാവിനെ വരെ അയാൾ കാര്യം കാണാൻ ഉപയോഗിച്ചു. അതെ, എനിക്ക് സത്യം പറഞ്ഞ ഒന്നും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എനിക്കും കുറെ കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ട്. മൊത്തത്തിലൊരു വ്യക്തത ഇല്ലായ്മ. അത് ശരി, എല്ലാ കാര്യങ്ങളും നിങ്ങളും കാണണമല്ലേ? പിന്നെന്താ? അവര് പിള്ളേരല്ലേ, നമ്മളെ പോലെ മനസ്സിലാവണമെന്നില്ല. എന്താ നിന്റെ സംശയം? ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ആദ്യത്തെ സംശയം അതേയുള്ള ആത്മാവാരാ? പിന്നെ ഇപ്പൊ വന്ന ആത്മാവും? അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ആദ്യത്തെ ആത്മാവ് പറഞ്ഞ കാര്യങ്ങള് രണ്ടാമത്തെ ആത്മാവിന് എങ്ങനെ മനസ്സിലായി? അതുപോലെ ആദ്യത്തെ ഡയറി കള്ളാണോന്ന് രണ്ടാമത്തെ ഡയറി വായിച്ചപ്പോഴാണല്ലോ മനസ്സിലായത്. അപ്പൊ നിക്ക് എങ്ങനെ മിസ്സിംഗ് ആയി? ആദ്യം ഞാൻ ദിയമോള് ചോദിച്ചതിന് മറുപടി പറയാം. ആദ്യത്തെ ആത്മാവ് എന്ന് പറയുന്നത് ഇവരുടെ കാര്യസ്ഥൻ ശങ്കരന്റെ ആത്മാവാണ്. രണ്ടാമത്തത് രമേശിൻ്റെതും. ശങ്കരന്റെ ആത്മാവിനെ അയാളുടെ മകൻ രവി തളച്ചിട്ടേക്കാന്നറിയാലോ? അതെനിക്കറിയാം, പക്ഷെ എന്തിനാണത്? ഈ ശങ്കരനും മോനും കാലങ്ങളായിട്ട് കൊന്നും മോഷ്ടിച്ചും ഉണ്ടാക്കിയ സ്വർണവും പണവുമാണ് കല്യാണിയും രമേശും കണ്ടുപിടിച്ചത്. ഈ വിവരം ശങ്കരൻ അറിഞ്ഞിരുന്നില്ല. ഇവരുടെ മോഷണ വിവരം കല്യാണിയും രമേശിനും കാണുന്നു. ആ കണ്ട കാര്യം ശങ്കരനും അറിയുന്നു. സോ അയാൾ അവരെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അപ്പൊ അവരെ കൊന്നത് സ്വത്തിനും പണത്തിനും വേണ്ടി അല്ലേ? അല്ല, ഈ വിവരം പുറത്തറിയാതിരിക്കാൻ. പക്ഷെ കൊന്നു കഴിഞ്ഞ് നിലവറയിലെ സ്വർണ്ണം എടുക്കാൻ ചെന്നപ്പോഴായിരിക്കും അത് അവിടുന്ന് മാറ്റിയ വിവരം അയാൾ അറിഞ്ഞത്. അത് കണ്ടുപിടിക്കാനായിരിക്കും ശങ്കരന്റെ ആത്മാവിനെ മകൻ രവി ഉപയോഗിച്ചത്. ശങ്കരനപ്പ എങ്ങനെ മരിച്ചത്? വയസ്സായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എങ്ങനെങ്കിലും. എന്തായാലും മരിച്ചത് മുതൽ അയാളുടെ ആത്മാവ് ഈ വീടിന് ചുറ്റും ചുറ്റിത്തിരിയുന്നുണ്ട്. അതല്ല, നമുക്ക് ആദ്യം കിട്ടിയ ഡയറി എങ്ങനെ നമ്മുടെ വീടിന്റെ ചുമരിന്റെ അകത്ത് വന്നു? അത് ഞാൻ ചിന്തിച്ച വിഷയമാണ്. അത് അറിയാൻ വേണ്ടി ഞാൻ അപ്പാപ്പിനെ കണ്ടിരുന്നു, ഈ വീട് പണിഞ്ഞവരെ കുറിച്ച് അറിയാൻ വേണ്ടി. ആൾക്കാരെ അപ്പാപ്പി പറഞ്ഞു വന്നു. എന്നിട്ട് പടവുകാരും ആശാരിമാരും ഉൾപ്പെടെ ഭൂരിഭാഗം ആൾക്കാരും ഈ രവിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. ഓ, അപ്പൊ അവരായിരിക്കും ഈ ഡയറി ചുമരിന്റെ ഉള്ളിൽ വെച്ചത്. എന്നിട്ട് അതിന്റെ കീ പറമ്പിലിട്ടും കാണും. അതെ,
ഇത്ര ചെയ്ത അവര് ഇതും ഇതിന്റെ അപ്പുറം ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഹോ, കാഞ്ഞ ബുദ്ധിയാ കിളവന്, ശരിക്കും ക്രിമിനൽ ബുദ്ധി. പക്ഷെ അത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിച്ചത് എന്തിനാ? നിധി ഉള്ളത് നമ്മളെ പറമ്പിലോ പരിസരത്തോ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ നിക്കീനെ തട്ടിക്കൊണ്ടുപോയത് അയാളാവാനും സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ രമേശിന്റെ കോസിനോട് നിക്കിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ആ ശരിയാണല്ലോ, അത് ശങ്കരന്റെ കോസിനോടല്ലേ പറയേണ്ടിയിരുന്നത്? നിങ്ങളുടെ ചോദ്യം ശരിയാണ്. പക്ഷെ അങ്ങനെ ചെയ്തതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. എന്ത് കാരണം? അത് പറയാറായിട്ടില്ല. ഇന്ന് രാത്രി ശങ്കറിന്റെ ഗോസ്റ്റ് വരുമ്പോൾ ആ ഡയറിയും തെളിവുകളും കിട്ടിയ കാര്യം പറയണം. അതിനുശേഷം പറയാം ആ കാരണങ്ങളൊക്കെ. അതെന്തിന്? ഡയറി കിട്ടിയ കാര്യം ഗോസ്റ്റ് അറിഞ്ഞ പ്രശ്നാവൂലേ? ആവണം. പ്രശ്നമാവാൻ വേണ്ടി തന്നെയാ പറയണത്. അപ്പൊ രമേശിന്റെ ആത്മാവ് നിക്കിനെ കണ്ടുപിടിച്ചു വന്നാ? വരട്ടെ, വരുമ്പോഴല്ലേ അതപ്പ നോക്കാം. ആരാ? ആ, പരിചയമില്ലാത്ത നമ്പർ. ഹലോ, ആ അതെ സാർ, പട്ടയം. ആ, അത് അച്ഛൻ്റെ കൈ കാണണം. ആ ആണോ? ആ ശരി ശരി, ഞാനത് വാങ്ങി വരാം. ഓക്കെ സാർ, ശരി, താങ്ക് യു. അതാ വില്ലേജ് ഓഫീസിൽ നിന്ന് ക്ലർക്ക് സന്ദീപ്. ഞാൻ എന്നാൽ അവരെക്കുറിച്ച് പോയി അന്വേഷിച്ചില്ലേ, വീടിൻ്റെ പട്ടയം കൊണ്ടുവരാൻ പറഞ്ഞു. അവർക്കെന്തോ രേഖ എന്തോ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തിനാ അത്? നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അതല്ല, അവൻ 2 ദിവസം തപ്പിയതാ. ഇനി ചെന്നില്ലെങ്കിൽ മോശ. മാത്രമല്ല, ഭാവിയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ അവൻ ഹെൽപ്പും ചെയ്യില്ല. അത് ശരിയാ, അവരെ പിണക്കണ്ട, നീ പോയിട്ട് വാ. നമുക്ക് 6 മണി വരെ സമയമുണ്ടല്ലോ. എന്നാൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. എടാ, സമയമുണ്ടെങ്കിലേ മറ്റേ ആളെയും കൂടെ കണ്ടേക്ക്. ആരെ? നീ മറന്നോ? മാർക്കണ്ഡേയ സ്വാമി. ആ, അത് ഞാൻ എന്തായാലും കാണാം. മാർക്കണ്ഡേയ സ്വാമി എവിടെയോ കേട്ടു മറന്ന പേര്. ആരത്? ഇതിൻ്റെ ഒരു കോപ്പി തന്നെ അവർക്ക് കൊടുത്തതായിരുന്നല്ലോ. അത് കാണാനില്ല, അതുകൊണ്ടല്ല അപ്പാപ്പി അന്വേഷിച്ച് അങ്ങോട്ട് വന്നത്. ഇതിന്റെ ഒറിജിനൽ ഉണ്ണിമോൾ ഉണ്ടെന്നാ പറഞ്ഞത്. എന്നാ ഞാൻ നോക്കട്ടെ. ഇതിനകത്തുണ്ടോ എന്ന് നോക്ക്. ഈ ക്രയവിക്രയ സർട്ടിഫിക്കറ്റ് ആണല്ലേ ഈ പട്ടയം? അതെ. ഇതാ, ഇത് നോക്കിയ ഒരു ഫോട്ടോ. ഇതാ വീട്ടുകാരാണെന്ന് തോന്നുന്നു. ഇത് രവീന്ദ്രനാണ്, ആ ശങ്കരന്റെ മോൻ. എന്നോ ഉറപ്പായി, ഇതാ വീട്ടുകാർ തന്നെ. രമേശൻ, കല്യാണി, കുട്ടികള്. അവരെനിക്കത്ര പരിചയം പോലെ.
കയറി വരണം. കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്റെ സമയം നഷ്ടപ്പെടുത്തരുത്. എന്തായി? നിങ്ങൾ വരുമ്പോൾ തെളിവുകൾ കൊണ്ടുവരുമെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നത്. ഇന്നാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയ അവസാന ദിവസം. നിങ്ങളുടെ പട്ടിക്കുട്ടിയെ രക്ഷിക്കാനുള്ള അവസാന അവസരമാണിന്ന്. ഞാൻ ആവശ്യപ്പെട്ട എല്ലാ തെളിവുകളും ഇന്നെനിക്ക് കൈമാറിയില്ലെങ്കിൽ പിന്നെ ആര് വിചാരിച്ചാലും അതിനെ രക്ഷിക്കാൻ കഴിയില്ല. ഒരിക്കൽ കൂടി പറയുന്നു, ഇതാണ് നിങ്ങൾക്കുള്ള അവസാന അവസരം. ഈ രാത്രി ഇരുണ്ടു വെളുക്കുമ്പോൾ അതിന്റെ മരണവാർത്ത നിങ്ങൾ കേൾക്കും. നീ അങ്ങനെ എത്ര മരണവാർത്തകൾ കേൾപ്പിച്ചിട്ടുണ്ട് അല്ലേ ശങ്കര? നീയും നിന്റെ മോനും കൊന്നു തള്ളിയവരുടെ കണക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടി ആ ഡയറിയുടെ കൂടെ. അപ്പോ നിങ്ങളെല്ലാം അറിഞ്ഞു അല്ലേ? അറിഞ്ഞു, സകലതും അറിഞ്ഞു. നിങ്ങൾ എവിടെ വരെ പോകുമെന്ന് നോക്കുകയായിരുന്നു ഞാൻ. എന്നാ കിട്ടിയ ഡയറിയുടെ കൂടെയുള്ള മാപ്പ് മാത്രമേ തന്നിട്ട് ബാക്കിയെല്ലാം അങ്ങ് കത്തിച്ചു കളഞ്ഞേക്കൂ. ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ അത്രയൊക്കെ ചെയ്ത എനിക്ക് ആത്മാവായിരിക്കുമ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്താ ഓടി ക്ഷീണിച്ചു നിങ്ങൾ? എന്റെ അനുവാദമില്ലാതെ ഒരാൾക്ക് പോലും ഈ വീടിന്റെ പുറത്ത് കിടക്കാനാവില്ല. അതുകൊണ്ട് വേഗം പോയി ആ മാപ്പ് എടുത്തുകൊണ്ടുവരൂ. മാപ്പോ? ഞങ്ങൾക്ക് ആ ഡയറിയും കുറെ പഴയ പത്രക്കടലാസിന്റെ കഷ്ണവും കിട്ടിയത്. നുണ പറയുന്നു. സെപ്റ്റംബർ 30, 1960 അവസാന ദിവസം. പോകുന്നതിന് മുമ്പ് ഞാൻ ആരോടും പറയാതെ ഒരു കാര്യം ചെയ്തു. ആ രഹസ്യ അറയിലെ സ്വർണവും പണവും മുഴുവൻ ഞാൻ അവിടുന്ന് മാറ്റി. അതിന്റെ സ്ഥാനം ഈ ഡയറിയുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടിയ തെളിവുകളുടെ കൂടെ ആ നിധിയിലേക്കുള്ള വഴിയടങ്ങിയ ഒരു മാപ്പും കൂടിയുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇത് ആ നിധി ഒളിപ്പിച്ചിട്ടുള്ള സ്ഥലത്തിന്റെ മാപ്പാണ് അല്ലേ? യെസ്, നമ്മളത് ശ്രദ്ധിച്ചില്ലല്ലോ. എടുത്തുകൊണ്ട് വരുന്നുണ്ടോ അതോ? തരാം, എല്ലാം തരാം. ഞങ്ങൾക്കൊന്നും വേണ്ട. പക്ഷെ അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിയണം. എന്താണ് ഇനി അറിയേണ്ടത്? പകൽ സമയത്ത് ഈ വീട്ടിൽ കയറാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത മാപ്പ് ആ ഡയറിയിൽ ഇരിക്കുന്നത് കണ്ടത്? എങ്ങനെയാണ് ആ ഡയറിയിലെ വരികൾ നിങ്ങൾ കേട്ടത്? ശരിയാണല്ലോ, ഇത് കല്യാണിക്ക് രമേശിനും അല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. പിന്നെ ഇത് വായിക്കണ വരെ നമ്മക്കും. പറയേ, ആരാ നിങ്ങൾക്കത് പറഞ്ഞു തന്നത്? ഇനി ഞാനൊന്നും വിളിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ രാത്രിയിൽ മരണപ്പെടാൻ പോകുന്ന നിങ്ങളോട് സത്യം പറയാതിരിക്കുന്നത് എന്തിനാ? എനിക്ക് മാത്രമേ പകൽ ഈ വീട്ടിൽ കയറാൻ പറ്റാത്തതായുള്ളൂ. എന്റെ കൂട്ടുകാരൻ പകലും രാത്രിയും ഈ വീട്ടിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട്. ആരാണ് ആ കൂട്ടുകാരൻ? പുറകിൽ തലയ്ക്ക് മുകളിൽ നിൽക്കുകയല്ലേ, നോക്ക്.